മോനെ ഇനി വീട്ടിലെത്തിയാ? ഞാനിതാ ഇപ്പൊ എത്തു. ഞാനിവിടെ ആ, എത്താനെത്ര എത്തിയില്ല. എന്താ ചേച്ചി? അല്ല ഞാൻ നേരത്തെ എന്റെ വിഷമം കൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയതാ. നീ അത് ആരടുത്ത് പറഞ്ഞൊന്നും പോവല്ലേ, ഇല്ല ഇല്ല ഇല്ല. അതിപ്പോ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ഓളടുത്ത്. ആ അമ്മേനോടൊന്നും എന്റെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആ ഒരു സമയത്ത് എന്താ പറയാ, അന്നേരം ഇന്നെ കണ്ടേരം എന്റെ ഉള്ള വിഷമെല്ലാം അങ്ങ് പറഞ്ഞു പോയി. അതൊന്നും കുഴപ്പമില്ലപ്പോ, മനസ്സിലാവില്ലേ നമുക്ക്. ഞാനിങ്ങനെ എന്നാ ചെയ്യണ്ടേ അറിയാത്തൊരീൽ ഇങ്ങനെ നിൽക്കും. മനസ്സിലാവും. എനിക്കാ പറയായില്ലേ? എന്താടാ? ഒരു പോയിട്ട് 5-6 വർഷമായില്ലേ? അതെ, പോയിട്ട് 5-6 വർഷമായി. അത് കഴിഞ്ഞപ്പോ മുതൽ ഇങ്ങനെ ഇരിക്കുന്നല്ലേ. അപ്പൊ എനിക്ക് അതിന് മാത്രമുള്ള പ്രായം ആയിട്ടില്ല. എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ, പക്ഷെങ്കില് വേറെ കഴിച്ചാണോ? പക്ഷെ അതിനുള്ള താല്പര്യം എനിക്കില്ല. ഇങ്ങക്ക് ഏറ്റവും നല്ല അതാണ്. ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിയല്ലേ മറ്റേത്. അതെ, പക്ഷെ എനിക്ക് അത് പെൺകുട്ടിയായിട്ട് എനിക്ക് വേറെ കല്യാണം കഴിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. എനിക്കറിയില്ല, ഇനി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികളത്ര എന്തോ എനിക്ക് അതിനോട് താല്പര്യമില്ല. അല്ല അതൊക്കെ തന്നെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോ പറയുള്ളൂ. കാരണം ഇപ്പോ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്കും അത്രേ പ്രായമുള്ളൂ. നിങ്ങളൊരു നല്ല സമയമാണ് നിങ്ങളെ കൊണ്ടുപോയിട്ട് കളയുന്നത്. വേറെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിൽ പോവാലോ. നിങ്ങൾക്കും ഒരു ഇതെല്ലാം ഉണ്ടാവൂലേ. ഞാൻ പറയില്ല, എനിക്ക് വേറെ കല്യാണം കഴിക്കണം എന്നറിയില്ല. അപ്പൊ ഇപ്പൊ നമുക്കുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളും അതൊന്നും ഉണ്ടാവില്ല. അതറിയാലോ. അതിനോടുള്ള അത്ര താല്പര്യമില്ല. ഞാനും മോളും അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത്ര വയസ്സായിട്ട് വരും എങ്കില് ഞാൻ പറഞ്ഞില്ലേ, ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഓരോ വിചാരങ്ങളില്ലേ, അതാണ് കുഴപ്പം. അപ്പോ എന്നാ നിങ്ങക്ക് അതിനായിട്ട് എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കൂടെ? അതാ എനിക്ക് ഇപ്പൊ ഇതിന്റെ അടുത്ത് അങ്ങനെ പറയണമെന്ന്. പക്ഷെ ഞാനിപ്പോ സത്യം പറഞ്ഞ ഇതിന്റെ അടുത്ത് ഞാൻ അങ്ങനെയൊന്നും പറയാറ്. പിന്നെ എന്റെ ഒരു ഗതികൾ കൊണ്ട് അത് കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലാവും. അതാ ചോദിക്കുന്നത് നിങ്ങക്ക്. അതന്നെ, ആ ഒരു ഇത് മതി. പക്ഷെ അതിപ്പോ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയോ? അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാ കണ്ടുപിടിച്ച് ഒപ്പിച്ചു തരാൻ പറ്റൂ. 10-12,000 റുപ്യ. പക്ഷെ ഇത്ര പൈസയോ? അപ്പൊ എങ്ങനെ ഒരു പ്രാവശ്യത്തേക്കോ? അങ്ങനെ ഒരു ദിവസത്തേക്ക് 12,000 പൈസയോ ഒരാൾക്കോ? ഒറ്റ പ്രാവശ്യത്തേക്ക്. നിങ്ങളുടെ അടുത്ത് അത് ഉണ്ടെങ്കിൽ മാത്രം അതൊന്നുമില്ല. ഓറ് കുറച്ച് ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഞാനും എന്തെങ്കിലും അല്ലറ ചില്ലറ പോയിട്ട് ജീവിച്ചു കൂടുന്ന എനിക്കറിയാലോ. വേറൊരു വഴിയില്ല. പിന്നെ ഇപ്പൊ ഏതെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് പറ്റുമോ? ഞാനാ? നീ അത്ര ചെറിയാവെന്ന് വെച്ചാല് പറ്റായിക്കൊന്നുമില്ല. പക്ഷേ ചേച്ചിക്ക് എന്നോട് അങ്ങനെ തോന്നുവോ? എനിക്ക് സത്യം പറഞ്ഞാൽ നീ ഇപ്പോ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോ അധികമായിട്ട് എന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോല്ലോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓവറായിട്ട് എനിക്ക് അധിക സമയം ഇന്ന കണ്ണിൽ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. അപ്പൊ അതിനർത്ഥം എനിക്ക് ആ ഒരു ഇത് എന്നോട് തോന്നുന്നോണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നതാണ്. എനിക്കങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ എന്റെ അടുത്ത്? തോന്നായിക്കൊന്നും ഇപ്പൊ എങ്ങനെയാ പറയുക? തോന്നായിക്കൊന്നുമില്ല. എനിക്കിപ്പോ നല്ല കുറച്ച് ഏജ് കൂടുതലാണ് ഞാനിപ്പോ ഇതിന്റെ ചോദിക്കില്ല. എനിക്ക്
എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ നീ തമ്മിൽ ഒരു 10-15 വയസ്സിന്റെ വ്യത്യാസമല്ലേ കാണുള്ളൂ. അതൊക്കെ അത്രയുള്ളൂ. അത്രയില് അല്ല നിങ്ങക്ക് എന്നെ ഓക്കെ ആണോ? എനിക്ക് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു ഇത് തോന്നുന്നുണ്ട് അതിനകത്ത് എനിക്ക് ഓക്കെ ആന്നല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അങ്ങനെ നിന്റെ അടുത്ത് ആ ഒരു ഇത് തോന്നുന്നത് കൊണ്ടാണ് അന്ന് ഇവിടെ ഇതൊരു പ്രശ്നം വന്നപ്പോ മോള് ഇവിടെ ഒറ്റക്ക, നിന്റെ അമ്മ ഇവിടെ തൽക്കാലം നിന്നോന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം എനിക്ക് എന്തോ ഒരു ഇനി ഇങ്ങനെ ചെറിയൊരു അങ്ങനത്തെ ഒരു ഇതൊന്നും അങ്ങനെയല്ല ഇനി അങ്ങനത്തെ ഇതില് കാണാനും പറ്റുന്നില്ല. അപ്പൊ പിന്നെ നീ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാ പിന്നെ വേണ്ടാന്നെല്ലാം പറഞ്ഞ. അല്ല ഞാൻ ചോദിക്കുന്ന, അപ്പൊ ചേച്ചിക്ക് എന്റെ കൂടെ ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അതൊക്കെ പക്ഷേ എനിക്കൊരു ഇതുണ്ട്, എനിക്കിങ്ങനെ പലരും അങ്ങനെ അതൊന്നും വേണ്ട. അങ്ങനെ നീ ഓക്കെ ആണെങ്കിൽ നിന്റെ കൂടെ മാത്രം. പക്ഷെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പൊ ഈ വേറെ ആരെയും കൂടെ പോവാൻ പാടില്ല. എനിക്ക് ലവർ കാര്യങ്ങളോ. ഞാനിപ്പോ നാളെ കല്യാണം കഴിച്ചു വരാം. അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അതെന്തോ എനിക്കൊരു അവിടെ ഒരു ഈഗോ പ്രശ്നം വരും തോന്നുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാലുള്ള കാര്യം നോക്കണ്ടു. പക്ഷേ അല്ല നീ പറ, നീ സത്യസന്ധമായിട്ട് നിനക്ക് ഞാൻ ഓക്കെ ആണോന്ന് പറ. എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇത്രയേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിന്റെ കൂടെ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവിടെ വരില്ല എന്നല്ല. അന്നേരം എനിക്ക് എന്റെ ഭാര്യനെയും കൂടി നോക്കേണ്ടി വരും. ഒപ്പം ഞാൻ ചേച്ചിനെയും നോക്കും. ചേച്ചിക്ക് വേണ്ടതും തരും. അത് ഓക്കെ ആണെങ്കിൽ ഞാനിപ്പം വീട്ടിലേക്ക്. ഓക്കെ. പക്ഷെ നീ അത് മാറ്റി പറയാൻ പാടില്ല. നാളെ ആയി കഴിഞ്ഞാല് ഇല്ല, ഒരു തവണ വന്നിട്ട് പിന്നെ വരാണ്ടിരിക്കുക. അതൊന്നുമില്ല. എനിക്ക് തോന്നില്ല. ഞാൻ ചേച്ചിക്ക് ഇപ്പം വരാം. എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ അറിയാലോ, എന്റെ അടുത്ത് കുറെ ആൾക്കാർ കല്യാണത്തിനെ പറ്റി ചോദിക്കുക ഇതാക്കണം ചെയ്യാം. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളായോണ്ടായിരിക്കും. അപ്പൊ നിനക്ക് അത്ര പെട്ടെന്ന് ബോറടിക്കൂല, മടുപ്പ് വരൂല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ? ഇല്ല, ഞാനതാ പറഞ്ഞ, ഞാന് ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോ വരാം. ഇപ്പൊ വരുവോ? വരാം. ചേച്ചി വെറുതെ അല്ല, അതായത് ഞാൻ ചോദിക്കുന്ന വെച്ചാ വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള, സാധാരണ എല്ലാ കാര്യത്തിനും വേണ്ടിട്ട് തന്നെയല്ലേ. അത് തന്നെയാ. ഇപ്പൊ വന്നാല് എനിക്കെന്തായാലും പെട്ടെന്ന് തോന്നും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചിലടത്ത് സംസാരിക്കുമ്പോ തന്നെ തോന്നുന്ന കാര്യമാണ്. ചേച്ചി ഇപ്പൊ വിളിച്ച് സംസാരിച്ചുകൊണ്ട് എനിക്ക് തോന്നും. എനിക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ഇവിടെ കഴിഞ്ഞിട്ട് കൂടുതൽ തോന്നിയാലോ നോക്കാലോ നമുക്ക്. പക്ഷെ ഞാൻ ഇത്ര നാളും ഞാൻ ആദ്യമായിട്ടാ കൊണ്ടുവച്ച. അപ്പൊ അതിന്റേതായ ഒരു കുറച്ചൊരു പോരായ്മയല്ല, കുറവുണ്ടാവല്ലേ? അതല്ല, കുറച്ചൊരു അത്യാഗ്രഹം എന്നെല്ലാം പറയും, അത് ചിലപ്പോ തോന്നിയെന്ന് വരും. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ അല്ല, ഞാൻ മൂന്നാമത്തെ തവണയിരിക്കും. ചേച്ചിക്ക് അതിനെപ്പറ്റി അറിയായിരിക്കല്ലോ, ഇങ്ങനെയെല്ലാം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ആവശ്യം. രണ്ടുപേരെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നീ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടതിൽ 2 ആൾക്കാരും ഡിഫറെന്റാണ്. ഞാൻ ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വന്നോട്ടെ അങ്ങോട്ടേക്ക് വന്നു ഇപ്പൊ വരല്ലേ? ചേച്ചി ഫുഡ് എന്തെങ്കിലും വാങ്ങണോ?
ഫുഡൊക്കെ ഇവിടെ ഉണ്ടടാ, ഫുഡൊന്നും വാങ്ങിക്കണ്ട. നീ ഒന്ന് ഇങ്ങോട്ടേക്ക് പോവാം, കയ്യിൽ വേറെ വേണം എന്തെങ്കിലും നമുക്ക് വാങ്ങണോ? പോകാം. വേറെ അതിന്റെ ആവശ്യം വരുമോ? ആവശ്യം ഇതൊരു രാഷ്ട്രീയ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാനൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോ വേണമെന്ന് പറയുന്നത് എനിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോ എന്ത്, നിനക്ക് എങ്ങനെയാ, നീ പറ. എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ.